بسم الله الرحمن الرحيم. മോനെ, നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല. ഭാര്യ അങ്ങനെ കാണുന്നവരുണ്ട്. വീട്ടിലെ ഒരു ജോലിക്കാരിയെ പോലെ, അടിമ പെണ്ണിനെ പോലെ തന്റെ ഭാര്യയെ കാണുന്നവരുണ്ട്. അവള് നിന്റെ വീടിന്റെ അകത്ത് കിടന്ന് ജോലി ചെയ്യുന്ന യന്ത്രമല്ല ചെറുപ്പക്കാരാ. നിന്റെ വീടിന്റെ അകത്ത് കിടന്ന് ജോലി ചെയ്യുന്ന യന്ത്രമല്ല നിന്റെ ഭാര്യ. ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് കുത്തുവാക്ക് പറയുന്നവരുണ്ട്. നിനക്കിവിടെ എന്ത് ജോലിയാ ഉള്ളത്? ഭാര്യയെ കുറ്റം പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഭർത്താവിന്റെ മൂന്നാമത്തെ കടമ എന്തെന്നറിയോ? നിന്റെ ഭാര്യ അടുക്കളയിൽ കിടന്ന് ഭക്ഷണം വെക്കുമ്പോ നീ അവളെ ഒന്ന് സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നിന്റെ ഭാര്യ അടുക്കളയ്ക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നതല്ലേ? എല്ലാ ദിവസവും പോകണമെന്ന് പറയുന്നില്ല. എപ്പോഴെങ്കിലും നിനക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് നിനക്കൊന്ന് പച്ചക്കറി അരിഞ്ഞു കൊടുത്തുകൂടെ? ഒന്ന് പാത്രം കഴുകിക്കൂടെ? വീടൊന്ന് തൂത്തുവാരിക്കൂടെ? ഒരിക്കലും അതിന് നാണക്കേട് കരുതണ്ട ചെറുപ്പക്കാരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് ഓടി വരികയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിശന്നുകൊണ്ട് റസൂലുള്ള കടന്നു വരുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ മാവ് കുഴച്ചുകൊണ്ടിരുന്ന സമയത്തങ്ങ് ഉറങ്ങിപ്പോയി. മാവ് കുഴച്ചുകൊണ്ടിരുന്നപ്പോ ആയിഷാ ബീവി ഉറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ അകത്ത് കയറി വന്നപ്പോ ആയിഷാ ബീവി ഇരുന്ന് ഉറങ്ങുകയാ. ഭക്ഷണമുണ്ടാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. ഉറങ്ങുന്ന ഭാര്യയെ വിളിച്ചുണർത്താതെ അതാ കുഴച്ചുകൊണ്ടിരുന്ന മാവ് അല്ലാഹുവിന്റെ റസൂല് ശബ്ദമുണ്ടാക്കാതെ എടുക്കുകയാ. എന്നിട്ട് കൊണ്ടുപോയി റസൂലുള്ള ഭക്ഷണമുണ്ടാക്കി. അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണമുണ്ടാക്കിയിട്ട് ആയിഷാ ബീവിയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കാത്തിരിക്കുകയാ. തന്റെ ഭാര്യ ഒന്ന് ഉണരാൻ, തന്റെ ഭാര്യ ഒന്ന് ഉണരാൻ. അല്ലാഹുവിന്റെ റസൂല് കുറെ കഴിഞ്ഞിട്ടും ആയിഷാ ബീവി എഴുന്നേക്കുന്നില്ല. അവസാനം റസൂലുള്ള വിളിച്ചു, എഴുന്നേക്ക് ആയിഷാ, ഭക്ഷണം കഴിക്കുക ആയിഷാ. ആയിഷാ ബീവി ചോദിച്ചു, എന്നെ എന്തേ വിളിക്കാഞ്ഞത്? ആയിഷാ, എന്നും നീയല്ലേ ഭക്ഷണം വെച്ച് തരുന്നത്? ഒരു ദിവസം ഞാൻ വെക്കാമെന്ന് തീരുമാനിച്ചു ആയിഷാ. ചെറുപ്പക്കാരാ, ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുമായിരുന്നു, എന്റെ ഭർത്താവുണ്ടല്ലോ, ഒട്ടകത്തിന് പുല്ല് കൊടുക്കുമായിരുന്നു, പാടിന്റെ പാല് കറക്കുമായിരുന്നു, എന്റെ വീട് തൂത്ത് തരുമായിരുന്നു, എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു, എന്റെ വസ്ത്രം കഴുകി തരുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് തന്റെ ഭാര്യ പറഞ്ഞ വാക്കാ. ചെറുപ്പക്കാരാ, നീ നിന്റെ ഭാര്യയെ സഹായിക്കാറുണ്ടോ? ഒരു നല്ല വാക്ക് പറയാറുണ്ടോ? ഒരു വേലക്കാരിയുടെ പരിഗണന നൽകാറുണ്ടോ? അല്ലാഹുവേ, കുത്തുവാക്കും പരിഹാസവുമല്ലാതെ ഒന്നുമില്ലല്ലോ. നിന്റെ ഭാര്യയുടെ വില നിനക്കിപ്പടറിയില്ല. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില നിനക്കറിയില്ല. കണ്ണ് നഷ്ടപ്പെട്ടാലേ നിനക്ക് കണ്ണിന്റെ വിലയറിയൂ. നിന്റെ ഭാര്യ ഒരു ദിവസം ഇല്ലാതെ വരുമ്പോഴേ അവൾ ആരായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാകൂ. ഒരു ദിവസം നിന്റെ മക്കളെ രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി രാവിലെ മദ്രസയിൽ വിടാൻ, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ നിന്റെ മക്കളെ സ്കൂളിലേക്ക് വിടാ ഭക്ഷണമുണ്ടാക്കി പുസ്തകങ്ങൾ മുഴുവനും എടുത്തു വെച്ചു. മക്കളെ കുളിപ്പിച്ച് യൂണിഫോമും എടുത്തിട്ട് നിന്റെ മക്കളെ ബസ് കയറ്റി വിടാൻ. അല്ലാഹുവേ, എന്നിട്ട് രാവിലെ നാസ്തയുണ്ടാക്കാ, ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാ, മക്കള് സ്കൂള് വിട്ട് വരുമ്പോ ഭക്ഷണം കൊടുത്ത് ട്യൂഷന് പറഞ്ഞു വിടാ. ഒരു ദിവസം നിനക്കൊണ്ടൊന്ന് ചെയ്യാൻ കഴിയൂ? ഒരു ദിവസം നിന്റെ വീടിന്റെ അകത്ത് അല്ലാഹുവേ നിനക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴേ നിനക്ക് നിന്റെ ഭാര്യയുടെ വിലയറിയത്തുള്ളൂ, നിനക്ക് നിന്റെ ഭാര്യയുടെ മഹത്വം അറിയത്തുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, ഭാര്യയെ സ്നേഹിക്ക് ചെറുപ്പക്കാരാ, ഭാര്യയെ സ്നേഹിക്ക് ചെറുപ്പക്കാരാ. അല്ലാഹുവേ, രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും ആരോട് പരാതി പറയാറില്ല. അല്ലാഹുവേ,
നമുക്ക് തലവേദന വന്നാൽ നമ്മൾ പരാതി പറയും നമുക്ക് സുഖമില്ലെന്ന്. പക്ഷേ നമ്മുടെ ഭാര്യ എത്ര രോഗിയാണെങ്കിലും അല്ലാഹുവേ അവള് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമല്ലോ. ഒരു ചായ വേണമെന്ന് പറയുമ്പോ ഇക്കാ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വയറുവേദനയും പിടിച്ച് അല്ലാഹുവേ കട്ടിലിന്റെ മുകളിൽ കിടന്ന് കുത്തിമറിയുന്ന സമയത്താണെങ്കിലും നമ്മുടെ മക്കൾക്കും നമുക്കും ഭക്ഷണം വെച്ച് തരുന്നവളാ ഭാര്യ. മറക്കല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള മൂന്നാമത്തെ കടമ എന്തെന്നറിയോ? അവള് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിൽ നീ അവളെ സഹായിക്കൽ നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. റസൂലുള്ളാഹി പറയുകയാണ്, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ. റസൂലുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ 3 വിഭാഗം ഭർത്താക്കന്മാരുണ്ടല്ലോ. എങ്ങനെയാ ഖബറിന്റെ അകത്ത് നിന്ന് കൊണ്ടുവരുന്നത്? മുഖം കുത്തിയ രീതിയിൽ വലിച്ചിടച്ചു കൊണ്ടുവരികയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരിൽ 3 വിഭാഗം ഭർത്താക്കന്മാരെ നാളെ പരലോകത്ത് കൊണ്ടുവരികയാ. എങ്ങനെയാ കൊണ്ടുവരുന്നത്? മുഖം കുത്തിയ രീതിയിൽ ഇങ്ങനെ വലിച്ചിടച്ചു കൊണ്ടുവരികയാണ്. പുഴുത്തു നാറുകയാ. എന്തൊരു ദുർഗന്ധമെന്നറിയോ? എല്ലാവരും അകന്നു പോവുകയാണ്. വല്ലാത്ത ദുർഗന്ധമടിക്കുന്ന അവസ്ഥയില് നിന്നെ ഖബറിനകത്ത് നിന്ന് നാളെ മലക്കുകൾ വലിച്ചിടച്ചു കൊണ്ടുവരികയാ. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്ന, ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. ഈ 3 വിഭാഗം ഭർത്താക്കന്മാര് ഒരിക്കലും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരിൽ 3 വിഭാഗം ഭർത്താക്കന്മാര് അല്ലാഹുവിന്റെ സ്വർഗം കാണില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ഖബറിന്റെ അകത്ത് നിന്ന് കൊണ്ടുവരുന്നത് വലിച്ചിഴച്ചോണ്ട, മുഖം കുത്തുന്ന രീതിയിൽ വലിച്ചിടച്ചു കൊണ്ടുവരും. വല്ലാത്ത ദുർഗന്ധമായിരിക്കും. അവൻ ഒരു കാലത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു 3 വിഭാഗം ഭർത്താക്കന്മാര്. ആ കൂട്ടത്തിൽ ഞാനോ നിങ്ങളോ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പിരിയാം. ആ കൂട്ടത്തിൽ അള്ളാന്റെ റസൂൽ ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ആ ഭർത്താക്കന്മാരിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ തിരുത്തുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉണ്ടെങ്കിൽ തിരുത്തുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു 4 വിഭാഗം പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. 3 വിഭാഗം ഭർത്താക്കന്മാര് സ്വർഗത്തിൽ കടക്കൂല. അതുപോലെ 4 വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിന്റെ വിറകുകൊള്ളികളാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവർക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് 2 ഭാര്യമാരെ കുറിച്ച് പറഞ്ഞു തരാം. നിനക്ക് പഠിക്കാൻ, നീ പഠിക്കേണ്ടത് സീരിയലിന്റെ നടിമാരെ എന്നല്ല, 2 നല്ല ഭാര്യമാരെ പറഞ്ഞു തരാം. അങ്ങനെ ആകണം. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താവും ഇന്ന് വഴുത് കഴിഞ്ഞു പോകുമ്പോ ഈ ചരിത്രം നിങ്ങളുടെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്നിട്ട് പറയണം, നീ അങ്ങനെയാകണം. കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കണം ഈ 2 ചരിത്രം. ഈ 2 ചരിത്രം തന്റെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ 2 ഭാര്യമാരില്ലേ? ഇന്ന് എല്ലാരും വിചാരിക്കുന്നത് പണം ഉണ്ടെങ്കിലേ ജീവിതം സന്തോഷത്തിലാകുന്ന. എല്ലാ പെണ്ണുങ്ങളും വിചാരിക്കുന്നത് പണം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടെന്ന. വലിയ കൊട്ടാരത്തിലെ സന്തോഷമുണ്ട്. ഇത് പെണ്ണുങ്ങളെ ഒരു തെറ്റിദ്ധാരണയാണ്, പെണ്ണുങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട്, ഉസ്താദേ, എന്റെ ഭർത്താവിന് എന്നോട് ഒരു സ്നേഹവുമില്ല, എന്നെ വല്ലാതെ സ്നേഹിച്ച മനുഷ്യനാ, ഇപ്പൊ എന്നോട് സ്നേഹമില്ല, എന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല ഉസ്താദേ, ഞാൻ ഇങ്ങനെ കിടന്ന് നരകിക്കുകയാണ് എന്ന് പറയുന്ന പെണ്ണേ, ഒരു ഭർത്താവിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ.
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 25ാമത്തെ വയസ്സിലാ റസൂലുള്ള വിവാഹം കഴിക്കുന്നത്. ആരെയാണ് കഴിച്ചത്? മഹദി ഖദീജ. 25 വയസ്സുള്ള പ്രവാചകരെ വിവാഹം കഴിച്ചത് 40 വയസ്സുള്ള ഖദീജ. ആരെയാ? കൂട്ടി നോക്കടാ ചെറുപ്പക്കാരാ, കൂട്ടി നോക്കടാ ചെറുപ്പക്കാരാ. റസൂലുള്ളാഹിനെക്കാളും എത്ര വയസ്സ് കൂടുതലാണ് ഖദീജ ബീവിക്ക്? 25 കൊല്ലമായിരുന്നു അവരുടെ ഒരുമിച്ചുള്ള ജീവിതം. പക്ഷേ മരിക്കുന്ന കാലം വരെ റസൂലുള്ള ഖദീജാനെ മറന്നില്ല. മരിക്കുന്ന കാലം വരെ റസൂലുള്ള ഖദീജാനെ മറന്നില്ല. അല്ലാഹുവിന്റെ റസൂല് കരയുമായിരുന്നു. എന്തു പറഞ്ഞാലും റസൂലുള്ള ഖദീജാനെ കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ള ഭാര്യമാരോട് പറയും, നിങ്ങൾ എന്റെ ഖദീജയെ പോലെയാകണം, എന്റെ ഖദീജാനെ പോലെയാകണം. അവസാനം സഹികെട്ടിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആയിഷ, എന്റെ മക്കളുടെ ഉമ്മയാണ് ഖദീജ. എന്തു പറഞ്ഞാല് തന്റെ വീടിന്റെ അകത്തൊരു നല്ല ഭക്ഷണം വെച്ചാ, ആരെങ്കിലും അല്പം ഭക്ഷണം കൊണ്ടുകൊടുത്താ ഖദീജാന്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. മരിച്ചുപോയ തന്റെ ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് ഭക്ഷണം കൊടുത്തു വിടുമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവസാനം ആ മനുഷ്യന്റെ കയ്യിൽ ഒരു മാല എടുത്ത് കൊടുത്തു വിട്ടു. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ടാ കൊടുത്തത്. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ടാണ് ആ മാല കൊടുത്തത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ മനുഷ്യൻ വന്ന് സന്തോഷത്തോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ പൊന്നുമോൾ എനിക്കൊരു മാല തന്നു നബിയേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ആ മാല എടുത്തിങ്ങനെ ഉയർത്തി കാണിക്കുമ്പോ റസൂലുള്ള ഇരുന്ന് കരയുകയാ. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞിട്ടൊഴുകുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? സഹാബാ, എന്റെ ഖദീജാന്റെ കഴുത്തിൽ കിടന്ന മാലയാണ് സഹാബാ. തന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന മാല കണ്ടപ്പോൾ റസൂലുള്ള കരഞ്ഞെങ്കില് ഇത്രയ്ക്ക് സ്നേഹമുണ്ടാകാനുള്ള കാരണം എന്തെന്നറിയോ? ഇത്രയ്ക്ക് സ്നേഹമുണ്ടാകാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ ഉരുവലക്കിയപ്പോ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലേക്ക്, ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഖുറൈശികൾ ആട്ടിയോടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഖദീജാനോട് പറഞ്ഞത് എന്തെന്നറിയോ? ഖദീജ എന്ന ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഖദീജ, നീ മക്കളെയും കൊണ്ട് നിന്റെ വീട്ടിൽ പോ ഖദീജ. കാരണം പട്ടിണിയാണ് ഖദീജ. നീ ഇന്ന് വരെ പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. കാരണം ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. ഒരിക്കൽ പോലും പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ദുരിതങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെയും കുടുംബത്തെയും ഖുറൈശികൾ നാട് കടത്തുമ്പോ ഊരുവലക്കുമ്പോ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് 3 കൊല്ലമാ കിടന്നത്. അവിടേക്ക് പോകുന്ന സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് പോ ഖദീജ, മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് പോ ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നെ ആട്ടി ഓടിക്കല്ലേ നബിയേ, എന്നെ ഉപേക്ഷിക്കല്ലേ നബിയേ, എന്നെ വീട്ടിൽ പറഞ്ഞു വിടല്ലേ നബിയേ. ജീവിക്കുകയാണെങ്കിൽ ഒരുമിച്ച്. സിനിമയിലെ ഡയലോഗല്ല ചെറുപ്പക്കാരാ, സിനിമയിൽ പറയുന്ന ഡയലോഗുകളല്ല ചെറുപ്പക്കാരാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ള എന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ വാക്കാട്, നബിയേ
നബിയേ, എന്നെ ഉപേക്ഷിക്കല്ലേ നബിയേ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ് പട്ടിണിയാണെങ്കിൽ പട്ടിണി, കണ്ണീരാണെങ്കിൽ കണ്ണീര്, ദുരന്തങ്ങളാണെങ്കിൽ ദുരന്തങ്ങള്, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും കൂടെ നിൽക്കണം പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകനോടൊരു ഭാര്യ പറഞ്ഞ വാക്കാ, പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കഥ പറഞ്ഞാ പോരടാ, നീ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്താണെന്ന് നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം. നീ പട്ടിണി കിടന്നിട്ട് പൈസ അയച്ചു കൊടുക്കുന്ന പ്രവാസികളുണ്ട്. അല്ലാഹുവേ, അവിടെ കുബൂസും വെള്ളവും തിന്നിട്ട് ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം അയച്ചു കൊടുക്കുന്നവര്, പണമയച്ചു കൊടുക്കുന്നവര്, ഇക്കാലങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ അമർത്തി വെച്ചിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ. പറഞ്ഞു കൊടുക്കണം നിന്റെ ജോലി എന്താ, നിന്റെ വേദന എന്താ, നിന്റെ കഷ്ടപ്പാടെന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ നിന്റെ ഭാര്യയും മക്കളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ചോറ് താഴെ വീണ, നിന്റെ പൊന്നാര മക്കള് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ അറിയാതെ ഒരു ഭക്ഷണം താഴെ വീണ, നിന്റെ ഭാര്യ അതെടുത്തിട്ട് പറയും, മോനെ കളയല്ലേടാ, ഇത് നിന്റെ ഉപ്പ രക്തം വിയർപ്പാക്കിയിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാര്യയായി നിന്റെ ഭാര്യ മാറണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഭാര്യക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാമത്തെ കഥയാ, ഒന്നാമത്തെ ചരിത്രമാ. രണ്ടാമത്തെ ചരിത്രം ഏതെന്നറിയോ? രോഗം പിടിച്ച ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് ഓടുന്ന പെണ്ണുങ്ങളുണ്ട്. വല്ലാത്ത വേദനയുണ്ട് ചെറുപ്പക്കാരാ. ഒളിച്ചോട്ടം വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ. വീട്ടിലുള്ള സ്വർണം മുഴുവനും മോട്ടിച്ചിട്ട് കാമുകന്റെ കൂടെ പെണ്ണുങ്ങൾ ഓടുന്ന കാലവാ. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് ആസറ്റൊഴിച്ച് കൊന്നിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെങ്ങന്മാരുടെ കാലവാ. സുഖത്തിന് വേണ്ടി പെണ്ണുങ്ങൾ ഇങ്ങനെ പരക്കം പായുമ്പോ വികാരം തീർക്കാ, ജീവിതം ആസ്വദിക്കാ പരക്കം പായുന്ന പെണ്ണുങ്ങള്, സുഖം തേടുന്ന ഉമ്മമാരെ, ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന പെങ്ങന്മാരെ, ഒരു ഭാര്യ നിനക്ക് ഞാൻ പറഞ്ഞു തരാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താവ് തന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കാറുള്ള രണ്ടാമത്തെ ചരിത്രമാരുടെ ചരിത്രമെന്നറിയോ? മഹ്ദി റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ. മഹ്ദി റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ. ആരാ റഹ്മത്ത് ബീബി? ആരെന്നറിയോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയുടെ ഭാര്യയാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണ്. അല്ലാഹുവേ, അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുത്ത ഒരു പരീക്ഷണം എന്തെന്നറിയോ? ലോകത്തൊരാൾക്കും കൊടുക്കാത്ത ഒരു മാരക രോഗമാണ് കൊടുത്തത്. ശരീരം മുഴുവനും പുഴുത്ത് അല്ലാഹുവേ, പ്രവാചകന്റെ ശരീരം മുഴുവനും പഴുത്തു പൊങ്ങുകയാണ്. വല്ലാത്ത ദുർഗന്ധമാ, ഒരാളും അടുത്തു പോകൂല. വല്ലാത്ത ദുർഗന്ധമാണ്. എല്ലുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ അയ്യൂബ് നബിക്ക് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും കൈയൊഴിഞ്ഞു. പക്ഷേ സ്വന്തം നാട്ടിൽ നിന്ന് അയ്യൂബ് നബിയെ ആട്ടി ഓടിക്കുമ്പോ റഹ്മത്ത് ബീവി എന്ന ഭാര്യ പറഞ്ഞു, നബിയേ, ഞാനുണ്ട് നബിയേ, നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കില്ല നബിയേ. രോഗം പിടിച്ച് കിടക്കുന്ന കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഭർത്താവിനെ കളഞ്ഞിട്ട് ഓടുന്ന പെങ്ങന്മാര്, മറ്റുള്ള ചെറുപ്പക്കാരനെ തേടി സുഖിക്കുന്ന പെങ്ങള്, നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാ. രോഗിയായ ഭർത്താവിന്റെ കൂടെ റഹ്മത്ത് ബീവി നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുമ്പോഴും അയ്യൂബ് നബിക്ക് രോഗം ഇങ്ങനെ കൂടുകയാ. അയ്യൂബ് നബി എല്ലും തോലുവായി, അയ്യൂബ് നബി എല്ലും തോലുവായി. നടക്കാൻ കഴിയില്ല. ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ 10 മാസമാണ് ചുമക്കുന്നത്. ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് 10 മാസമാ. പക്ഷേ റഹ്മത്ത് ബീവി തന്റെ ഭർത്താവിനെ ചുമന്നുകൊണ്ടാ നടക്കുന്നത്. കുഞ്ഞിന്റെ
കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ മാരക രോഗം പിടിച്ച തന്റെ ഭർത്താവിന്, ദുർഗന്ധമടിക്കുന്ന ശരീരത്തോടെ നടക്കുന്ന ഭർത്താവിനെ റഹ്മത്ത് ബീവി എന്ന ഭാര്യയുണ്ടല്ലോ 18 കൊല്ലം ചുമന്നു പെങ്ങള്, 18 കൊല്ലമാ ചുമന്നുകൊണ്ട് നടന്നത്, 18 കൊല്ലമാ ചുമന്നുകൊണ്ട് നടന്നത്. ചിന്തിക്കു പെണ്ണ്, ചിന്തിക്കു പെങ്ങള്, ആ റഹ്മത്ത് ബീവി കിടക്കുന്ന സ്വർഗമാ നീയും ആഗ്രഹിക്കുന്നത്. 18 കൊല്ലം അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നടന്ന് നോക്കുമ്പോ പച്ച മാംസം ഇങ്ങനെ താഴെ വീഴുകയാ. എല്ലുകൾ വെളിയിൽ കാണുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ അയ്യൂബ് നബിയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറഞ്ഞു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഈ രോഗം മാറാനൊന്ന് ദുആ ചെയ്തുകൂടെ, ഈ രോഗം മാറാനൊന്ന് ദുആ ചെയ്തുകൂടെ? അയ്യൂബ് നബി പറഞ്ഞു, എന്നെ നോക്കി മടുത്തെങ്കിൽ നീ എന്നെ കളഞ്ഞിട്ട് വെക്കോ, ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യൂല, ഞാൻ അല്ലാഹുവോട് പരാതി പറയൂല. റഹ്മത്ത് ബീവി പിന്നെയും കൈയൊഴിഞ്ഞില്ല പെങ്ങള്. ആ റഹ്മത്ത് ബീവിയുടെ ചരിത്രം പഠിച്ചു നോക്ക്. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം ഒന്നുകൂടെ പറഞ്ഞു നിർത്തുകയാ. ഭർത്താവിന്റെ ഒരു ഗുണം കൂടെ പറഞ്ഞു നിർത്താ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹുവേ ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് റഹ്മത്ത് ബീവി വീടുകളിൽ പോയി ജോലി ചെയ്യുകയാണ്. കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് ഭർത്താവിന് കൊടുക്കുകയാ. ഒരു ദിവസം അയ്യൂബ് നബി അലൈഹിസ്സലാമിന് കിടത്തിയിട്ട് ഭാര്യ ഇങ്ങനെ ജോലിക്ക് നടക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് നടന്നു, ഒരാളും ജോലി കൊടുത്തില്ല. അവസാനം അയ്യൂബ് നബിയുടെ ഭാര്യയുണ്ടല്ലോ, ഒരു വീട് കണ്ട ആ വീട്ടിലേക്ക് ചെന്ന് ജോലി ചോദിക്കുമ്പോ അവിടുത്തെ പെണ്ണ് പറഞ്ഞു, ഇവിടെ ജോലിയൊന്നുമില്ല. പക്ഷേ അയ്യൂബ് നബിയുടെ ഭാര്യ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ അയ്യൂബ് നബിയുടെ ഭാര്യയ്ക്ക് ഒരുപാട് മുടിയുണ്ടായിരുന്നു. അവസാനം ആ പെണ്ണ് പറഞ്ഞു, നിങ്ങളുടെ മുടി പകുതി എനിക്ക് തന്നാ നിങ്ങളുടെ ഭർത്താവിനെ കഴിക്കാ ഭക്ഷണം ഞാൻ തരാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അയ്യൂബ് നബിയുടെ ഭാര്യ മുടി മുറിച്ചു കൊടുക്കുകയാ. അയ്യൂബ് നബി ഇരിക്കുമ്പോ അയ്യൂബ് നബിയുടെ മുന്നിലേക്ക് ശപിക്കപ്പെട്ട ശൈത്താൻ കടന്നു വരികയാണ്. അയ്യൂബ് നബിയുടെ അടുക്കൽ നിന്ന് പറയുകയാ, വല്ലാത്ത കഷ്ടം, ആ പെണ്ണിന്റെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാ, ആ പെണ്ണിന്റെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാ. അല്ലാഹു അവളോട് ഇങ്ങനെ ചെയ്തല്ലോ. അയ്യൂബ് നബി ചോദിച്ച ആരുടെ കാര്യമാ പറയുന്നത്? അതാ ശൈത്താൻ പറഞ്ഞു, അതാ ശൈത്താൻ പറഞ്ഞു, നബിയേ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് സുഖമില്ലാതെ കിടക്കുകയാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് വീടുകൾ കയറിയിറങ്ങിയിട്ട് ആരും ഒരൽപ്പം ഭക്ഷണം കൊടുത്തില്ല. അവസാനം ആ പെണ്ണിന്റെ പുറകെ കുറെ ചെറുപ്പക്കാര് നടന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവിന് ഭക്ഷണം ഞങ്ങൾ തരാ, പക്ഷേ നീ ഞങ്ങൾക്ക് വഴിപ്പെടണം, ഞങ്ങളുടെ ആഗ്രഹം നീ സാധിച്ചു തരണം. അവസാനം അങ്ങനെ ആ പെണ്ണ് ആ ചെറുപ്പക്കാരുടെ കൂടെ വ്യഭിചരിച്ചു കൊണ്ടിരുന്നപ്പോ നാട്ടുകാര് പിടിച്ചു. അവസാനം ആ പെണ്ണിന്റെ മുടി മുറിച്ചു കളഞ്ഞു. ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഥ പറഞ്ഞിട്ടാ ശൈത്താനങ്ങ് പോവുകയാ. അപ്പോഴാണ് വരുന്നത് റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ അയ്യൂബ് നബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ മുടി മുറിച്ചു കൊടുത്ത വേദനയോടെയാണ് കടന്നു വരുന്നത്. അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. റഹ്മത്ത് ബീവി കരഞ്ഞുകൊണ്ട് പറയുമ്പോ അയ്യൂബ് നബി തന്റെ കൈയെടുത്ത് റഹ്മത്ത് ബീവിയുടെ തലയിൽ വെക്കുമ്പോ തന്റെ ഭാര്യയുടെ തലയിൽ മുടിയില്ല, തന്റെ ഭാര്യയുടെ തലയിൽ മുടിയില്ല. ഒരു നിമിഷം അയ്യൂബ് നബി ചിന്തിച്ചു, അല്ലാ, ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണോ? ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണോ? അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അതാ തളർന്നു വീഴുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ തളർന്നു വീഴുകയാണ്. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ.
ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, ഇതുപോലെ ഒരു ഭാര്യ അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ നബിയേ? 18 കൊല്ലം നിങ്ങളെ ചുമന്നുകൊണ്ട് നടന്നവളല്ലേ നിങ്ങളുടെ ഭാര്യ? അവളെയാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചത്? അവള് സ്വർഗത്തിന്റെ അവകാശിയാ നബിയേ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് സ്വന്തം ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാര്, അതാരുമാകട്ടെ, നിന്റെ ഉമ്മയോ പെങ്ങളോ കൂട്ടുകാരോ നാട്ടുകാരോ പറയുന്നത് കേട്ടിട്ട് സ്വന്തം ഭാര്യയെ സംശയിക്കുന്ന ചെറുപ്പക്കാരാ, തെറ്റുപറ്റിയാ തിരുത്തണമടാ പൊന്നുപോരെ. നിന്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെങ്കിൽ തിരുത്താനുള്ള മനസ്സ് നിനക്കുണ്ടാകണം. അയ്യൂബ് നബി അലൈഹിസ്സലാം റഹ്മത്ത് ബീവിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, റഹ്മത്തേ, എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ റഹ്മത്തേ, എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ റഹ്മത്തേ. അല്ലാഹുവിന്റെ പ്രവാചകം പോലും പൊരുത്തം ചോദിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, തെറ്റുപറ്റിയാ പൊരുത്തം ചോദിക്കാൻ മടിക്കല്ലേ, തെറ്റുപറ്റിയാ പൊരുത്തം ചോദിക്കാൻ മടിക്കല്ലേ. കാരണം നിനക്കതിനൊരു സമയം കിട്ടണമെന്നില്ല. ഒന്ന് നിന്റെ ഭാര്യയോട് പൊരുത്തം ചോദിക്കാ, ഒന്ന് യാത്ര പറയാ സമയം കിട്ടണമെന്നില്ല. കാരണം ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. എത്ര പേരുടെ മയ്യത്ത് കണ്ടു വാപ്പാ, എത്രയോ ചെറുപ്പക്കാരുടെ മയ്യത്ത് കബറടക്കിയവനല്ലേ. അതുകൊണ്ട് എനിക്ക് പറയാറുള്ളത്, തമ്മിലടിക്കാറുള്ളതല്ല. സ്നേഹിക്കൂ ഉപ്പമാര്, സ്നേഹിക്കൂ ഉമ്മമാര്, ചെറുപ്പക്കാരാ സ്നേഹിക്കടാ നിന്റെ ഭാര്യയെ, അവളെ മനസ്സിലാക്കടാ ഭാര്യയെ. എന്നിട്ട് സന്തോഷത്തോടെ പരസ്പരം ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും പട്ടിണിയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുക ചെറുപ്പക്കാരാ. ആയുസ് കുറവല്ലേ മോനെ, ആയുസ് കുറവല്ലേ മോനെ. ഈ കുറഞ്ഞ ആയുസിന് വാശിയും വൈരാഗ്യവും കളഞ്ഞ് ഈ അവസാന കാലത്തെങ്കിലും സ്നേഹത്തോടെയൊന്ന് ജീവിക്കണേ. ഈ വിവാഹം എന്ന് പറയുന്നതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണേ. ഏത് നിയമം വരട്ടെ, എന്തെല്ലാം നിയമങ്ങൾ വന്നാലും നമ്മൾ അല്ലാഹുവിനെ മറക്കല്ലേ. അതിന്റെ വിലയും മഹത്വവും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്നിട്ട് എങ്ങനെ മരിക്കണമെന്നറിയോ? ഭാര്യയും ഭർത്താവും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ മത്സരിക്കണം ചെറുപ്പക്കാരാ, മത്സരിക്കണം ചെറുപ്പക്കാരാ. എങ്ങനെ മത്സരിക്കണമെന്നറിയോ? മഹദി ഖദീജ എന്റെ മലകൾക്കാ സ്നേഹത്തോടെ ഓടി വന്ന പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, നിങ്ങൾ ഖദീജയെ പോലെയാകണമുമ്മ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക്, ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് ഒരു ഭർത്താവ് വന്നിട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞു, ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തി. ആ സഹാബിയുടെ കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഭാര്യ സ്വർഗത്തിന്റെ അവകാശിയാ. നിന്റെ ഭാര്യയെ കുറിച്ച് നീ എങ്ങനെ പറയല്ലേ? നിന്റെ ഭാര്യ നിന്നെക്കാളും മുമ്പില് സ്വർഗത്തില് പോകും. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ സഹാബി അത്ഭുതത്തോടെ ചോദിക്കുന്നു, നബിയേ, എന്നെക്കാളും മുമ്പേ എന്റെ ഭാര്യ സ്വർഗത്തില് പോകുമോ? എന്റെ അമലാ നബിയേ, എന്റെ ഭാര്യക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം എന്താണ് നബിയേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിനക്ക് സ്വർഗത്തില് പോകാനുള്ള വഴിയാ. നിന്റെ ഭർത്താവ് പോകുന്നതിനേക്കാളും മുമ്പ് അല്ലാഹുവിന്റെ സ്വർഗത്തില് പോകാനുള്ള ഒരു വഴി പറഞ്ഞു തരാ. എന്നിട്ട് വേണം നമുക്ക് ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്നെക്കാളും മുമ്പേ എന്റെ ഭാര്യ സ്വർഗത്തില് പോകാനുള്ള കാരണം എന്താ? അവിടെ അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് പറഞ്ഞു, വിറക് വെട്ടുകാരനായ സ്വഹാബിയാ, വിറക് വെട്ടി ജീവിക്കുന്ന സ്വഹാബിയാ, എല്ലാ ദിവസവും വിറക് വെട്ടിയിട്ട് ക്ഷീണിക്കുന്ന ശരീരത്തോട് തന്റെ വീട്ടിലെ
വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ കവാടത്തിൽ നിന്റെ ഭാര്യ കാത്തു നിൽക്കുമല്ലോ. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ മുന്നിൽ ഭർത്താവിനെയും കാത്തു നിൽക്കുന്ന പെണ്ണായിരുന്നു. അതിനമ്മ കൊടുത്ത പ്രതിഫലവാ. പെങ്ങളേ, ചിരിക്കുന്ന മുഖത്തോടെ ഭർത്താവിനെ സ്വീകരിക്കുന്ന പെണ്ണ്, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിർത്തുകയാണ്. ചെറുപ്പക്കാരാ, എങ്ങനെയാകണമെന്നറിയുവോ? ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാകണമെന്നറിയുവോ? 65ാമത്തെ വയസ്സിലെ മഹദി ഖദീജ, പടുവൃദ്ധയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65ാമത്തെ വയസ്സായപ്പോ ഒരിക്കൽ നല്ല വസ്ത്രം ധരിച്ചിട്ട് പുതുമണവാട്ടി നിൽക്കുന്നത് പോലെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അവസാനം തന്റെ ഭർത്താവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നു. എന്നിട്ട് മുഖത്ത് നോക്കിയിട്ടിരുന്ന് ചിരിക്കുകയാ. 65 വയസ്സുള്ള പ്രായമായ ഖദീജ ബീബി എന്ന ഉമ്മയുണ്ടല്ലോ, തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ ഖദീജ, എന്തൊരു പ്രകാശമാണ് നബിയേ. റസൂലുള്ള ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ. രണ്ടുപേരും തമാശ പറയുകയാ. ആ സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് ചോദിച്ചു, നബിയേ, 25 കൊല്ലമായി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു. ഞാൻ പോകുകയാ, എന്റെ സമയം അടുത്തു നബിയേ. നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഈ 25 കൊല്ലത്തിന്റെ ഇടയില് നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. പറയേണ്ട താമസം, തന്റെ ഭാര്യ പൊരുത്തം ചോദിക്കേണ്ട താമസം റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. റസൂലുള്ള ഇരുന്ന് കരയുകയാ. കുട്ടികളെ കരയുന്നത് പോലെ തേങ്ങി തേങ്ങി കരയുകയാ. എന്തേ നബിയേ, എന്നോട് നീ പൊരുത്തം ചോദിക്കുകയാണോ ഖദീജ? എന്നോട് നീ പൊരുത്തം ചോദിക്കരുത്. എന്നെ വിട്ടിട്ട് പോകുകയാണോ? തനിച്ചാക്കിയിട്ട് പോവുകയാണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്നെ കുറിച്ച് പറയാനൊരു പരാതിയില്ല. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ കുറിച്ച് പറയുകയാ. 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ച ഒരു ഭാര്യയെ കുറിച്ച് ലോകത്തിന്റെ നേതാവെന്ന ഭർത്താവ് പറയുകയാ, പറയാനൊരു പരാതിയുമില്ല ഖദീജ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുകയാണോ? ലോകത്തിന്റെ നേതാവിരുന്ന് കരയുമ്പോ പറയേണ്ട താമസം 65 വയസ്സുകാരി ചാടി എഴുന്നേറ്റിട്ട് കെട്ടിപ്പിടിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് ആ പ്രായം ചെന്ന ഉമ്മ തന്റെ ഭർത്താവിന്റെ ചെവിയിൽ രഹസ്യം പറഞ്ഞു. വാപ്പാ, ആ പ്രായം ചെന്ന ഭാര്യ തന്റെ ഭർത്താവിന്റെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു. എന്തേ രഹസ്യമെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ടൊന്ന് സാധിച്ചു തരുവോ നബിയേ? എനിക്കൊരു 3 മോഹമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് നിങ്ങൾ ഉളിപ്പിക്കുവോ നബിയേ? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ ഉളിപ്പിക്കുവോ?
എന്റെ ജനാസ നിങ്ങളാണ് കുളിപ്പിക്കേണ്ടത്, എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അതെന്റെ ആഗ്രഹമാ നബിയേ, അതെന്റെ ആഗ്രഹമാ നബിയേ. രണ്ടാമതായിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ തോളിൽ കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, എപ്പോഴും പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, ആ പുതപ്പന്റെ കഫൻ തുണിക്കകത്ത് വെച്ചിട്ട് പൊതിയണം നബിയേ. ഖബറിൽ കിടക്കുമ്പോഴും നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം, നിങ്ങളുടെ വാസന എനിക്ക് വേണം. ഖബറിന്റെ അകത്ത് കിടക്കുമ്പോഴും ഈ പുതപ്പ് ധരിച്ചിട്ട് എനിക്ക് കിടക്കണം. അതുകൊണ്ട് എന്റെ മയ്യത്ത് പൊതിയുന്ന സമയത്ത് ഈ പുതപ്പന്റെ മയ്യത്തിൽ വെച്ച് പൊതിയണം. മൂന്നാമതായിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖദീജാനെ പച്ച മണ്ണിൽ ഇറക്കി വെക്കുമ്പോ അങ്ങയുടെ കൈ കൊണ്ട് വേണമെന്ന് ഇറക്കി വെക്കാം. ഈ ഖദീജാന്റെ ശരീരം മണ്ണിൽ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടാകണം. ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വസിയത്ത് പറഞ്ഞു, ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയപ്പെട്ട പെങ്ങളെ, കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് റസൂലുള്ളാഹിന്റെ കണ്ണുനീരിങ്ങനെ വീണു. സ്വന്തം കണ്ണുനീര് കൊണ്ട് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ചു. അവസാനം കഫൻ പൊതിയാ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂല് പുതപ്പെടുത്ത് വെച്ച് ചുംബിക്കുകയാ. എന്റെ ഭാര്യയെ പൊതിയാ, എന്റെ ഭാര്യയെ പൊതിഞ്ഞിട്ട് 6 അടി മണ്ണിന്റെ അകത്തേക്ക് മയ്യത്തിറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ള ഖബറിന്റെ അകത്തിറങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ 2 കൈ കൊണ്ട് ഇങ്ങനെ മണ്ണിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് 3 കെട്ടുകൾ അഴിച്ചു. റസൂലുള്ള ഖദീജാന്റെ മുഖം അവസാനമായൊന്ന് നോക്കി, കണ്ണ് നിറയുകയാ. റസൂലുള്ളാഹിന്റെ കണ്ണുനീര് ഖബറിന്റെ അകത്ത് വീണു. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പള്ളിക്കാട്ടിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ട് ഇറക്കി വെച്ചിട്ട് അവസാനം ഒരു പിടി മണ്ണ് മാറിയിട്ട്, അവസാനം ഒരു പിടി മണ്ണ് മാറിയിട്ട് നിന്റെ കവളിന്റെ താഴേക്ക് വെക്കാൻ പറയുമ്പോ ഭാര്യയുടെ കവളിന്റെ താഴെ മണ്ണ് വെക്കുമ്പോ നിന്റെ ഭർത്താവ് കരയണം. പെണ്ണ് കരയുന്ന കരഞ്ഞുകൊണ്ടാകണം നിന്റെ ഭർത്താവ് നിന്റെ മയ്യത്തിന്റെ മുകളിൽ മണ്ണ് വാരിയിടാ. സ്വന്തം ഭാര്യയുടെ ജനാസ ഇറക്കി വെച്ചിട്ട് ഈ എല്ലാരും കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണ് വാരിയിടുമ്പോ തന്റെ ഭാര്യയെ ഒന്ന് കാണാൻ മനസ്സില്ലാതെ തല തിരിച്ചു വെച്ചിട്ട് മണ്ണ് വാരിയിടണം. പെങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ള കരഞ്ഞു. തന്റെ ഭാര്യയുടെ ജനാസ എടുത്ത് ഖബറിന്റെ അകത്ത് വെച്ചിട്ട് അവസാനം ഒരു പിടി മണ്ണ് വാരി. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരെ, നിർത്തുകയാണ്. ഇവിടെ ഒരു മദ്രസയുണ്ട്, അള്ളാന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ, ഫാത്തിഹ പഠിപ്പിക്കുന്ന മദ്രസ, ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസ, നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന മദ്രസ, പ്രവാചക സ്നേഹം പഠിപ്പിക്കുന്ന മദ്രസ, ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മദ്രസ, വാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന മദ്രസ. ഞാനും നിങ്ങളും പഠിച്ചത് അവിടെ നിന്നല്ലേ? മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? മദ്രസയിൽ നിന്ന് കിട്ടുന്ന അറിവ് ലോകത്തെവിടെ പോയാലും കിട്ടൂല. മദ്രസയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അറിവ് പിന്നെ എവിടെ ചെന്നാലും നമുക്ക് ലഭിക്കില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, വാടക കെട്ടിടത്തിലാണ് നടക്കുന്നത്. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന് 12 സെന്റ് വസ്തു കൊടുത്തിരിക്കുകയാ. മദ്രസ പണിയാ. ആരെയും തോപ്പിക്കാനല്ല, ആരുടെ മുന്നിലും വലിയവനാണെന്ന് തെളിയിക്കാനല്ല, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസ പണിയാനാ. കഴിയോ ഉസ്താദേ, കഴിയോ? എല്ലാ ദിവസവും രാവിലെ ഫാത്തിഹ ഓതുവല്ലോ, പിരിയുമ്പോ 3 സലാത്ത് പറയുമല്ലോ. അതിന്റെ പ്രതിഫലം എന്റെ കബറിലെത്തണം ഉസ്താദ്. എല്ലാ സമസ്തയുടെ മദ്രസകളിലും പഠിച്ചവരെ ഫാത്തിഹ ഓതുവല്ലോ, ഇവിടുന്ന് സ്വലാത്ത് പറയുമല്ലോ. എല്ലാ ദിവസവും 100 കണക്കിന് ഫാത്തിഹയുടെ പ്രതിഫലം, 100 കണക്കിന് സ്വലാത്തിന്റെ പ്രതിഫലം എന്റെ കബറിലേക്ക് ഒഴുകിയെത്തണം ഉസ്താദ് എന്ന ആഗ്രഹത്തോടെ നിങ്ങൾക്കൊരു സദക്ക കൊടുക്കാൻ കഴിയോ? പ്രതിഫലം കേൾക്കണ്ടേ? അല്ലാഹ് തരുന്ന പ്രതിഫലം കേട്ടിട്ട് തീരുമാനിക്ക്.
പെങ്ങളെ ശരീരത്ത് ഒരുപാട് സ്വർണ്ണമിട്ടവളാണല്ലോ, നിനക്ക് സ്വർണം വല്ലാത്ത ഇഷ്ടമാണല്ലോ, നിനക്ക് കൊടുക്കാൻ കഴിയോ? നിനക്ക് ഈ നല്ല കാര്യത്തിന് വേണ്ടി നിന്റെ ശരീരത്ത് കിടക്കുന്ന നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്വർണം അള്ളാന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി കൊടുത്ത, കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സമ്പത്ത് അതിൽ നിന്നൊരൽപ്പം അള്ളാഹു കൊടുത്ത അള്ളാഹു തരുന്ന പ്രതിഫലം കേട്ടോ. യുടെ ജനാസ ഇറക്കി വെച്ചു. റസൂലുള്ള ഒരു പിടി മണ്ണ് വാരി, റസൂലുള്ള ഒരു പിടി മണ്ണ് വാരി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കബളിന്റെ താഴെ വെക്കാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖദീജ ബീബിയുടെ കബളിന്റെ താഴെ വെച്ചിട്ട് തല തിരിച്ചു വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖദീജ ബീവിയുടെ കവിളില് മണ്ണ് തൊടുന്നില്ല, ഖദീജ ബീവിയുടെ കവിളില് മണ്ണ് തൊടുന്നില്ല. റസൂലുള്ള രണ്ടാമതും തലതിരിച്ചു വെച്ച് തൊടുന്നില്ല, റസൂലുള്ള മൂന്നാമതും തലതിരിച്ചു വെച്ചു മണ്ണ് തൊടുന്നില്ല. ഖദീജ ബീവിയുടെ കബളില് മണ്ണ് തൊടുന്നില്ല. എന്താണ് സംഭവമെന്നറിയാതെ അള്ളാന്റെ റസൂല് ഖബറിന്റെ അകത്ത് അത്ഭുതത്തോടെ നിൽക്കുമ്പോ വരുന്നു റൂഹുൽ അമീൻ, മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ മണ്ണ് തൊടൂല നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ. കാരണമെന്തേ ജിബ്രീലേ, കാരണമെന്തേ ജിബ്രീലേ? ഈ മദ്രസ പടിയാ സ്ഥലം കൊടുത്ത വാപ്പാ, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ പണിയാ സ്ഥലം കൊടുത്ത വാപ്പാ, അത് പണിയാനൊരൽപ്പം സമ്പത്ത് കൊടുക്കുന്ന മുസ്ലിമേ. ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഖദീജ കോടീശ്വരിയായിരുന്നു നബിയേ, എല്ലാ ദീനിന് വേണ്ടി കൊടുത്തവളാ, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തവളാണ് ഖദീജ, സദഖ കൊടുത്തവളാണ് ഖദീജ, പള്ളിക്ക് കൊടുത്തവളാണ് ഖദീജ. അതുകൊണ്ട് സദഖ കൊടുത്ത ഖദീജാന് മണ്ണ് തിന്നൂല നബിയേ എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലവാ. ഖബറിനകത്ത് മൂന്നാമത്തെ ദിവസം നിന്നെ കൊണ്ട് ഖബറടക്കിയിട്ട് മൂന്നിന്റെ അന്നങ്ങാണം വന്നു പലക മാറ്റിയാ, നിന്റെ കണ്ണില്ലല്ലോ, നിന്റെ കവളില്ലല്ലോ, നിന്റെ ചുണ്ടില്ലല്ലോ, നിന്റെ വയറുണ്ടല്ലോ, ബലൂണ് വളരുന്നത് പോലെ